ആലപ്പുഴ ജില്ലയിലെ കൊമ്മാടി മുതൽ കളർകോട് വരെയുള്ള 7 കിലോമീറ്റർ നീളത്തിലായിട്ട് പഴയ ബൈപ്പാസിനോട് സമാന്തരമായിട്ട് നിർമ്മിക്കുന്ന പുതിയ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപ്ഡേറ്റാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കത്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഏകദേശം ഒരു 3 മാസം മുമ്പേ ഉള്ള കാഴ്ചകളാണ്. 4 തൂണുകളുടെ മുകളിലായിട്ട് തന്നെ 8 ഗർഡറുകൾ ഉയർത്തി വെച്ചിരിക്കുന്ന കാഴ്ചകളാണ് അന്നുള്ളത്. ഇപ്പോൾ കാണുന്നത് ഇപ്പോഴത്തെ കാഴ്ചകളാണ്. ഇപ്പം അതിൽ ഇടതുഭാഗത്തായിട്ട് 2 തൂണുകളുടെ മുകളിലായിട്ട് വെച്ചിരിക്കുന്ന 4 ഗർഡറുകളുടെ മുകളിലായിട്ട് തന്നെ കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത 4 ഗർഡറുകളുടെ മുകളിലായിട്ടുള്ള കോൺക്രീറ്റ് വർക്കുകൾ നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വരുന്നത് മാളികമുക്ക് ഭാഗത്തേക്കാണ് വരുന്നത്. ആലപ്പുഴ ബീച്ച് എത്തുന്നതിന് മുമ്പ് ട്രെയിൻ പാളം കടന്നു പോകുന്നതിന് മുമ്പായിട്ടാണ് മാളികമുക്കുള്ളത്. അപ്പം ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്തായിരുന്നു നമ്മുടെ പഴയ ആലപ്പുഴ ജില്ലയിലെ ടോൾ പ്ലാസ നിലനിന്നിരുന്നത്. അത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ അറിവാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് ഒക്കെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്ന് തന്നെയാണ് ഇപ്പോഴും നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. നിലവിൽ നമ്മളിപ്പം യാത്ര ചെയ്യുന്ന പഴയ ആലപ്പുഴ ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് 2015-ലാണ്. 2021 ജനുവരി 28 പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തു. ഇതിൽ മാളികമുക്ക് ഭാഗത്തും പിന്നെ കുതിരപ്പന്തി ഭാഗത്തുമായിട്ടാണ് റെയിൽവേ ലൈൻ കടന്നു പോകുന്നത്. അവിടുത്തെ റെയിൽവേ ഓവർ ബ്രിഡ്ജിൻ്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് 5 വർഷം കഴിഞ്ഞാണ് അന്ന് അനുമതി കൊടുത്തത്. അപ്പം പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലിപ്പം പുതിയതായിട്ട് നിർമ്മിക്കുന്ന ബൈപ്പാസിൻ്റെ കുറേയൊക്കെ ഗർഡറുകളൊക്കെ പിറക്കി വെച്ചിട്ടുണ്ട്. ഇനി പ്രധാനമായിട്ടും ഈ മാളികമുക്ക് ഭാഗത്തും കുതിരപ്പന്തി ഭാഗത്തും കടന്നു പോകുന്ന റെയിൽവേ ലൈനിൻ്റെ മുകളിലായിട്ട് തന്നെ റെയിൽവേയുടെ അനുമതി കിട്ടണം പുതിയതായിട്ട് ഗർഡറുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. നമ്മളിപ്പം നേരെ മാളികമുക്ക് ഭാഗത്തായിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം കാണുന്ന അണ്ടർപാസിൻ്റെ മുകളിലായിട്ട് നമുക്ക് 3 മാസം മുമ്പേ ഉള്ള വീഡിയോ പരിശോധിച്ചപ്പം മുകളിൽ കോൺക്രീറ്റ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ആ ഒരു ദൃശ്യങ്ങളിപ്പോൾ കാണിച്ചു തരാം. നമ്മളിപ്പം കാണുന്ന കാഴ്ചകളാണ് 3 മാസം മുമ്പേ ഉള്ള മാളികമുക്ക് ഭാഗത്തെ കാഴ്ചകൾ. അണ്ടർപാസിൻ്റെ മുകളിൽ കോൺക്രീറ്റ് വർക്കുകളൊക്കെ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. പിന്നെ ഒന്നിൽ കഴിഞ്ഞ് കിടക്കുകയാണ്. മുമ്പോട്ട് വരുന്ന തൂണുകളുടെ മുകളിൽ ഗർഡറുകളൊന്നും സ്ഥാപിച്ചിട്ടില്ലായിരുന്നു. പിന്നെ മുമ്പോട്ട് വരുന്നിടത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗർഡറുകൾ കുറച്ച് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഈ ഒരു വളവ് വരുന്ന ഭാഗത്തെ 4 ഗർഡറുകളാണ് പൊളിഞ്ഞ് അപകടമുണ്ടായത്. നമുക്കിനി ഇപ്പോഴത്തെ കാഴ്ചകളിലേക്ക് വരാം. മുകൾ ഭാഗത്തെ കോൺക്രീറ്റ് വർക്കുകൾ അണ്ടർപാസിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പം ഗർഡറുകൾ കുറച്ചും കൂടി തൂണുകളുടെ മുകളിലോട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടെ നീളത്തിലായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വരെയാണ് തൂണുകളുടെ നിർമ്മാണം കഴിഞ്ഞിരിക്കുന്നത്. അതിൽ 2 തൂണുകളുടെ മുകളിലായിട്ട് ഇനി ഗർഡറുകൾ ഈ ഒരു ഭാഗത്തായിട്ട് അറ്റത്തായിട്ട് സ്ഥാപിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊമ്മാടി ഭാഗത്തോട്ട് അറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും വരാനുള്ളത്. നമുക്കിനി മുമ്പോട്ട് നേരെ വരുന്ന മാളികമുക്ക് ഭാഗത്തെ റെയിൽവേ പാളം കടന്നു പോകുന്ന ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ 2 തൂണുകളെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഗർഡറുകൾ വെക്കാനുണ്ട്. അത് കഴിഞ്ഞേച്ച് പിന്നെ റെയിൽവേയുടെ അനുമതി കിട്ടിയിട്ടുള്ള ഗർഡറുകൾ സ്ഥാപിക്കാനുണ്ട്. ഇവിടെ കുറച്ചും കൂടെ പണി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് പുരോഗമിക്കാൻ കാണുന്നുണ്ട്. ഈ വളവ് വരുന്ന ഭാഗത്തായിട്ടായിരുന്നു 4 ഗർഡറുകൾ പൊളിഞ്ഞു വീണത്. അതിപ്പോഴും പുതിയതായിട്ട് സ്ഥാപിച്ചിട്ടില്ല. ആ ഒരു പണി പെൻഡിങ് കിടക്കുന്നതായിട്ടാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത്. പിന്നെ നമ്മൾ നേരെ ബീച്ചിൻ്റെ ഭാഗത്തോട്ടാണ് വരുന്നത്. ബീച്ചിൻ്റെ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ പുരോഗമിച്ചതായിട്ട് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തൊക്കെ നേരത്തെ കുറച്ച് കോൺക്രീറ്റ് വർക്കുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളായിരുന്നു. ഇന്നിപ്പം കുറച്ചും കൂടെ അധികം കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം വേറൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് നിർമ്മിക്കുന്ന ഈ ഫ്ലൈ ഓവറിൻ്റെ താഴെയായിട്ട് ബീച്ചിൻ്റെ ഭാഗത്തായിട്ട് തന്നെ പുതിയതായിട്ട് ഡ്രൈനേജിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. വലതുഭാഗത്ത് താഴെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളക്കെട്ട് ഇരിക്കുന്ന ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നേരെ നീളത്തിലായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ പുതിയതായിട്ട് നിർമ്മിക്കുന്ന ഈ ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് തന്നെ 2 സൈഡിലുമായിട്ടുള്ള ക്രാഷ് ബാരിയർ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് എടുത്തു പറയത്തക്ക രീതിയിൽ പുരോഗമിച്ചത്. അതിന് മുമ്പേ ഉള്ള കാഴ്ചകൾ നമ്മുടെ പഴയ വീഡിയോയിൽ കണ്ടതുപോലൊക്കെ തന്നെയുള്ള മാറ്റങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിനി നേരെ കുതിരപ്പന്തി ഭാഗത്തായിട്ട് വരണം. ആ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ പണി പുരോഗമിച്ചത്. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ ബൈപ്പാസിൽ നിന്നും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പുതിയ ബൈപ്പാസിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിരിക്കുന്നത്, ബീച്ചിൻ്റെ ഭാഗത്ത്. അത് കഴിഞ്ഞ് വെച്ചാൽ നമ്മൾ കുറച്ചും കൂടെ ദൂരം വരുമ്പോൾ പിന്നെ ഈ 2 റോഡുകളും അടുപ്പിച്ചായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടുപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മുട്ടിച്ചല്ല, കുറച്ച് ഗ്യാപ്പ് മാത്രമേ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുതിരപ്പന്തി റെയിൽവേ പാളത്തിൻ്റെ ഭാഗത്തായിട്ട് എത്തുമ്പോൾ വീണ്ടും അവിടെ ഒരു വളവ് വരുന്ന ഭാഗത്തായിട്ട് പിന്നെയും ഗ്യാപ്പ് വരുന്നുണ്ട്.
ഇതൊക്കെയാണ് ഇവിടുത്തെ അപ്ഡേറ്റ്. നമുക്ക് ഇപ്പോഴും വലതുഭാഗത്ത് താഴ്ചയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഡ്രൈനേജിൻ്റെ പണി കുറച്ച് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഏറെക്കുറെ ആലപ്പുഴ ബൈപ്പാസിൻ്റെയൊക്കെ പണി ഒരു 80% ആയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഗർഡറുകൾ ഉയർത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാളികമുക്ക് ഭാഗത്തും കുതിരപ്പന്തി ഭാഗത്തും ട്രെയിൻ പാളം കടന്നു പോകുന്ന ഭാഗത്ത് ഗർഡറുകൾ വെക്കുന്നതിന് റെയിൽവേയുടെ അനുമതി കിട്ടുക എന്നുള്ളതാണ്. പിന്നെ 2 എൻഡിലും അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാനുണ്ട്. പിന്നെ കുറച്ച് നീളത്തിലായിട്ട് തന്നെ ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും ആലപ്പുഴ ബൈപ്പാസിൻ്റെ 2 എൻഡിലും അണ്ടർപാസ് വരുന്ന ഭാഗം കഴിഞ്ഞേച്ച് ബൈപ്പാസിലോട്ട് വരുന്ന ഭാഗത്ത് പണി നടക്കാനുള്ളത്. അതാണ് പിന്നെ പ്രത്യേകിച്ച് പണിയായിട്ടുള്ളത്. നമ്മളിനി കാണാൻ പോകുന്നത് 3 മാസം മുമ്പേ ഉള്ള ഈ ഒരു ഭാഗത്തെ കാഴ്ചകളാണ്. നമ്മളിനി നേരെ വരുന്നത് കുതിരപ്പന്തി ഭാഗത്തേക്കാണ് വരുന്നത്. റെയിൽവേ ലൈനൊക്കെ കടന്നുപോയി കുതിരപ്പന്തി ഭാഗത്തേക്ക്. അപ്പം ഈ ഒരു ഭാഗത്തന്ന് ഗർഡറുകളൊക്കെ ഉയർത്തി വെച്ച് തുടങ്ങിയിട്ടുള്ളായിരുന്നു. ഉയർത്തി വെച്ചിരിക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകളൊക്കെ അന്ന് നടക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് റെയിൽവേ ലൈൻ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് തൂണുകളുടെ നിർമ്മാണം കഴിഞ്ഞ് പിയർ ഗ്യാപ്പിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് പിന്നെ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പണി അത്രത്തോളം പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്തൊക്കെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്. നമുക്കിനി മുമ്പോട്ട് ഈ വളവ് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുമ്പം കുതിരപ്പന്തി റെയിൽവേ ലൈൻ കടന്നു പോകുന്ന ഭാഗത്തേക്കാണ് പിന്നെ വരുന്നത്. അവിടെ ഒരു ഗ്യാപ്പ് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പം ഇതാണ് കുതിരപ്പന്തിയിലെ അടുത്ത റെയിൽവേ ലൈൻ കടന്നു പോകുന്ന ഭാഗം. അപ്പം ഇനി റെയിൽവേയുടെ അനുമതി കിട്ടുക. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ ഗർഡറുകൾ ഉയർത്തി വെക്കുന്ന പണി നടക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പഴയ കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളായിരുന്നു. ഇപ്പം ഗർഡറുകൾ ഉയർത്തി ഈ ഒരു ഭാഗത്തും വെച്ചിട്ട് മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് വർക്കുകൾ ഈ ഒരു ഭാഗത്തും തുടങ്ങിയതായിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് നമ്മൾ നേരെ കളർകോട് ഭാഗത്തേക്കാണ് വരുന്നത്. ആലപ്പുഴ ബൈപ്പാസിൻ്റെ സൗത്ത് എൻഡ് ഭാഗമായിട്ടുള്ള കളർകോട് ഭാഗത്ത് അവിടെയാണ് പിന്നെ കുറച്ച് പണി പുരോഗമിച്ചിട്ടുള്ളത്. ഇവിടുന്ന് പിന്നെ നമുക്ക് ഇനി പിന്നെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ആകെ പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഉള്ളൊരു അണ്ടർപാസ്സാണ്. അതിൻ്റെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞ് കിടക്കുകയാണ്. കുറേ നാളിന് മുമ്പേ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ ഇവിടെ പണി പുരോഗമിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുഭാഗത്ത് ഒരു സൈഡിലായിട്ട് പിന്നെ ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണിയായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് ഉണ്ടാകുക. ഇനിയിപ്പം അണ്ടർപാസുകളുടെ ഭാഗത്തായിട്ട് വരുന്ന ആറിവാൾ ബ്ലോക്ക് ഉയർത്തി മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് ലെവൽ ചെയ്യുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞ് മിക്കവാറും തൂണുകളുടെ മുകളിലായിട്ട് എല്ലാ ഗർഡറുകളൊക്കെ ഉയർത്തി വെച്ചതിന് ശേഷം പിന്നെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു പണി ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. നമ്മളിതാണ്ട് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പം ഡ്രൈനേജിൻ്റെ പണി കുറച്ചും കൂടെ പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. മാത്രമല്ല ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ കുറച്ച് പുരോഗമിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വലതുഭാഗത്ത് നിന്ന് കുറച്ച് പഴയ മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുള്ളൂ. ഇവിടെ പിന്നെ മുമ്പ് നടന്നിരുന്നതാണ് വലതുഭാഗത്തായിട്ടുള്ള ഡ്രൈനേജിൻ്റെ പണി. അവിടുന്ന് കുറച്ചും കൂടെ പണി വടക്കോട്ട് നടന്നിട്ടുണ്ട്. അത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുള്ളൂ. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർകോട് ഭാഗത്ത് അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള അപ്ഡേറ്റാണ്. ഇതാണ് 3 മാസം മുമ്പേ ഉള്ള കളർകോട് ഭാഗത്ത് അണ്ടർപാസിൻ്റെ അടുത്തായിട്ടുള്ള കാഴ്ചകൾ. തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമേ അന്ന് കഴിഞ്ഞിട്ടുള്ളായിരുന്നു. ഗർഡറുകൾ ഉയർത്തി വെച്ചിട്ടില്ലായിരുന്നു. ഇന്നിപ്പം കുറച്ചും കൂടെ പണി പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നേരെ മുമ്പോട്ട് നേരെ കളർകോട് ഭാഗത്തായിട്ട് വരുമ്പം 8 ഗർഡറുകൾ 4 തൂണുകളുടെ മുകളിലായിട്ട് ഉയർത്തി വെച്ചിട്ട് ഒരു സൈഡിലായിട്ട് കോൺക്രീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിൻ്റെ അപ്ഡേറ്റ്. കഴിഞ്ഞിട്ടില്ല, ചെറിയൊരു അപ്ഡേറ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ഇപ്പം എത്തിയിരിക്കുന്നത് ആലപ്പുഴ വണ്ടാനം ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തായിട്ടാണ്. ഇവിടെ ഒരു ലൈറ്റ് വെഹിക്കുലർ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ് നടക്കുന്നത്. കാണുന്ന രീതിയിൽ ഇത്രത്തോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ആലപ്പുഴ ജില്ലയിലെ അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.